Hi students, today we are discussing how to use double integrals to calculate the areas of bounded regions in the plane. അതായത് നമുക്ക് ടു ഡയമെൻഷണൽ പ്ലെയിനിലുള്ള ഒരു ബൗണ്ടഡ് റീജിയന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എങ്ങനെ ഡബിൾ ഇന്റഗ്രൽ യൂസ് ചെയ്യാം അതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏരിയാസ് ഓഫ് bounded region in the plane xy plane ലോ അല്ലെങ്കിൽ yz plane അല്ലെങ്കിൽ xz plane ഏത് പ്ലെയിൻ വേണമെങ്കിലും ആകാം. നമ്മൾ യൂഷ്വലി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന xy പ്ലെയിനിലുള്ള ഒരു ബൗണ്ടഡ് റീജിയൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ഫോർമുല ഇതാണ്. the area of a bounded ആയിരിക്കണം, closed ആയിരിക്കണം, closed plane region R എന്ന് പറയുന്ന ഒരു പ്ലെയിനിലുള്ള ഒരു റീജിയൻ തന്നിട്ടുണ്ട്. കണ്ടീഷൻ ഇതാണ്, ആ റീജിയൻ ബൗണ്ടഡ് ആകണം, ക്ലോസ്ഡ് ആകണം. അങ്ങനെയുള്ള ഒരു റീജിയന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. ഡബിൾ ഇന്റഗ്രൽ ഓവർ R dA. ഡബിൾ ഇന്റഗ്രൽ ഓവർ R dA. നമ്മൾ നമ്മുടെ യൂഷ്വൽ ഇന്റഗ്രേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? യൂഷ്വൽ ഇന്റഗ്രേഷനിൽ സപ്പോസ് a b എന്ന് പറയുന്ന ഒരു ഇന്റർവെൽ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. then integral a to b dx, x എന്ന് പറയുന്ന വേരിയബിൾ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ integral a to b dx കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് this is equal to x. integral of dx is x between the limits a to b, that's equal to b minus a, that is the length of the interval. അതായത് സിമ്പിൾ ഇന്റഗ്രൽ dx കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ദ ഇന്റർവെൽ ആണ് കിട്ടുന്നതെങ്കിൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ r dA കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് ഏരിയ ആണ്. ഓക്കെ, സിംഗിൾ ഇന്റഗ്രേഷനിലെ ലെങ്ത് ആണ്, ഡബിൾ ഇന്റഗ്രേഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഏരിയ. അതായത് ഏരിയ ഓഫ് എ ബൗണ്ടഡ് ക്ലോസ്ഡ് പ്ലെയിൻ റീജിയൻ R is A equal to double integral over R dA. What is dA? dA equal to either we can consider dx dy or dA equal to dy dx. നമുക്ക് ഏത് ഓർഡർ വേണമെങ്കിലും dA കൺസിഡർ ചെയ്യാം അല്ലേ? dA equal to first integration with respect to x, then with respect to y, അല്ലെങ്കിൽ first integration with respect to y, then with respect to x. ഏത് കണ്ടീഷൻ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കേ, then രണ്ട് പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. Then first problem ഇതാണ്. Find the area of the region R. Find the area of the region R, capital R, bounded by y equal to x and y equal to x square in the first quadrant. This is the question. Find the area of the region capital R bounded by y equal to x and y equal to x square in the first quadrant. First quadrant ഉള്ള y equal to x എന്ന് പറയുന്ന ലൈനും y equal to x square എന്ന് പറയുന്ന പരാബോള അല്ലേ? y equal to x square എന്ന് പറയുന്ന പരാബോള അല്ലേ? y equal to x square എന്ന് പറയുന്ന പരാബോളയും കൂടെ ബൗണ്ട് ചെയ്തുണ്ടാവുന്ന റീജിയന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ ചെയ്യാം? ആദ്യമേ റീജിയൻ വരയ്ക്കുക അല്ലേ? റീജിയൻ വരയ്ക്കാൻ x ആക്സിസും y ആക്സിസും വരയ്ക്കാണ്. x ആക്സിസ് y ആക്സിസ്, then y equal to x. ഫസ്റ്റ് ലൈൻ എങ്ങനെ പാസ് ചെയ്യും? 1 2 3 -1. നമുക്ക് പോയിന്റ്സ് മാർക്ക് ചെയ്യാം. then y equal to x എന്ന് പറഞ്ഞ ലൈൻ ഇങ്ങനെയല്ല പാസ് ചെയ്യുന്നത്, സെന്ററിൽ കൂടെ പാസ് ചെയ്തു പോകുന്ന ലൈൻ. then y equal to x square. x ന്റെ ഈവൻ പവേഴ്സ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. therefore it is symmetrical about the y axis. ഒറിജിനിൽ കൂടെ പാസ് ചെയ്തു പോകുന്ന പരാബോള. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റീജിയൻ എന്ന് പറഞ്ഞാൽ this one is our region R. the region R is bounded by y equal to x and y equal to x square. This parabola is
y equal to x square in the first quadrant. First quadrant പരാബോളയും ലൈനും കൂടെ ബൗണ്ട് ചെയ്തുണ്ടാവുന്ന റീജിയൻ ആണ് നമുക്ക് വേണ്ടത്. Then നമ്മൾ ഇവിടുത്തെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻസ് ആദ്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുവാണേ. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? y equal to x ഉം y equal to x square വരെ. That is x square equal to x, right? Then x square minus x equal to 0. Taking x as common, x into x minus 1 equal to 0. That is x equal to 0 and x equal to 1. X equal to 0 ആകുമ്പോൾ y എന്താവും? y also 0. X equal to 1 ആകുമ്പോൾ y equal to 1. Therefore the points of intersections are 0, 0 and this one is 1, 1. Okay. Then we can write the formula for area using double integrals. Area A equal to double integral over R dA. Then dA equal to either dx dy or dA equal to dy dx. ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു x ആണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതായത് dA equal to dx dy കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ dx dy കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ dA equal to ഞാൻ എഴുതുകയാണ് dx dy double integral over r dx dy കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യമേ എന്ത് വേണം? ലിമിറ്റ്സ് വേണം അല്ലേ? ലിമിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. x ന്റെ ലിമിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു x ആയതുകൊണ്ട് x ന്റെ ലിമിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. x ന്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ത് ചെയ്യുക? x ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുക. x ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്തു. ദെൻ ഈ എൻറ്റയർ റീജിയനിൽ എവിടെ വെച്ച് കഴിഞ്ഞാലും ഈ സ്ട്രിപ്പ് എവിടെ നിന്ന് എവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു നോക്കുക. നോക്കിയേ, ഈ എൻറ്റയർ റീജിയനിൽ സ്ട്രിപ്പ് എവിടെ വെച്ചാലും it extends from y equal to x. y equal to x എന്ന് പറയുന്ന ലൈൻ ആണ് ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. y equal to x square എന്ന് പറയുന്ന പരാബോളയാണ് റൈറ്റ് സൈഡ് വരുന്നത്. Therefore the limits of x are y equal to x and y equal to x square. That is x equal to y and from here we get x equal to root of y, right? അല്ലേ? നമുക്ക് x ന്റെ വാല്യൂസ് ആണ് വേണ്ടത്. ലെഫ്റ്റ് സൈഡിൽ y equal to x ആണ്. That is x equal to y. റൈറ്റ് സൈഡിൽ വരുന്നത് y equal to x square ആണ്. Therefore x equal to root of y. Now we want to calculate the limits of y. y യുടെ ലിമിറ്റ്സ് കാണാനായിട്ട് എന്ത് ചെയ്യുക? ഈ entire region കവർ ചെയ്യാനായിട്ട് ഈ സ്ട്രിപ്പ് y യുടെ ഏത് മിനിമം വാല്യൂ മുതൽ മാക്സിമം വാല്യൂ വരെ മൂവ് ചെയ്യണം നോക്കുക. അതായത് സ്ട്രിപ്പ് ഇവിടുന്ന് ഇവിടെ വരെ മൂവ് ചെയ്യണ്ടേ? Then this point is 1, 1. This is 0, 0. Therefore the limits of y are from y equal to 0 to y equal to 1, right? അങ്ങനെയാണെങ്കിൽ area A equal to, we can write area A equal to double integral, that is integral 0 to 1. Then inner integral is integral y to root of y into dx dy. That's equal to integrate ചെയ്യുമ്പോൾ ഒരു outer integral അതേ വിടുന്നത്. integral 0 to 1 x നെ integrate dx നെ integrate ചെയ്യുമ്പോൾ വരാൻ പോകുന്ന x between the limits y to root y into dy. Substituting upper limits and lower limit, it becomes integral 0 to 1. On substituting upper limit, it becomes root of y minus y into dy. Right? That's equal to, then this is equal to integral 0 to 1 y raised to root y can be written as y raised to 1 by 2 minus y into dy. Then now integrate this function. Y raised to 1 by 2 integral എന്ത് വരും? That is y raised to 1 by 2 ന്റെ integral എന്ത് വരും? y raised to 1 by 2 plus 1 divided by 1 by 2 plus 1. That is y raised to 3 by 2 divided by 3 by 2 minus y integral എന്ത് വരും? y square by 2 between the limits 0 to 1. This is equal to 2 by 3 into y raised to 3 by 2 minus y square by 2 between the limits 0 to 1. On substituting upper limit, this is equal to 2 by 3 into 1 raised to 3 by 2, that is 1 minus lower limit കൊടുക്കുമ്പോൾ 0 ആണ് അല്ലേ? രണ്ട് ടൈംസ് 0 ആയി പോകും. Then upper limit കൊടുക്കുമ്പോൾ ഇവിടെ നിന്ന് വരുന്ന
1 by 2. That's equal to 2 by 3 minus 1 by 2. Taking LCM, this is equal to 4 minus 3 divided by 6. That's equal to 1 by 6. That is the area of the region capital R bounded by y equal to x and y equal to x square in the first quadrant. The value is 1 by 6. നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ then ഇവിടെ നമുക്ക് ഫംഗ്ഷനെ ഒന്നും ഇല്ല ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് dx dy ഡയറക്റ്റ്ലി 1 എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെ ആണ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഓവർ r. അപ്പോൾ ലിമിറ്റ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഒരു മെയിൻ കാര്യം വരുന്നത്. Then next ഒരു പ്രോബ്ലം, find the area of the region. Find the area of the region capital R. Find the area of the region capital R enclosed by or bounded by the parabola y equal to x square, enclosed by the parabola y equal to x square, and the line y equal to x plus 2. We want to calculate the area of the region enclosed by the parabola y equal to x square and the line y equal to x plus 2. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഫിഗർ വരയ്ക്കണം അല്ലേ. ഫിഗർ വരച്ച് നോക്കാം എങ്ങനെ വരും നോക്കാം. Then x ആക്സിസും y ആക്സിസും പ്ലോട്ട് ചെയ്തു. Then 1 2 3 minus 1 minus 2 minus 3 1 2 3 മാർക്ക് ചെയ്യാം പോയിന്റ്സ്. Then y equal to x square എന്ന് പറയുന്ന പരാബോള എങ്ങനെ വരും, x ന്റെ ഈവൻ പവേഴ്സ്. therefore it is symmetrical about the y axis. അങ്ങനെയാണെങ്കിൽ y axis ന് സിമെട്രിക്കൽ ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു പരാബോള അല്ലേ. Then and the line y equal to x plus 2. y equal to x plus 2 എന്ന് പറയുന്ന ലൈൻ എങ്ങനെ വരയ്ക്കാം, x ന്റെ y യുടെ വാല്യൂസ് എഴുതി നോക്കാം അല്ലേ. x equal to 0 ആവുമ്പോൾ y യുടെ വാല്യൂ എന്ന് വരും, x equal to 0 ആവുമ്പോൾ y equal to 2. y equal to 0 ആവുമ്പോൾ x ന്റെ വാല്യൂ വരുന്നത് എന്താന്ന് നോക്കിയേ, -2. then x equal to 2 വരുവാണെങ്കിൽ y യുടെ വാല്യൂ എന്ന് വരും, y equal to 4. these are the values, right? then y equal to x plus 2 എന്ന് പറയുന്ന ലൈൻ വരയ്ക്കണമെങ്കിൽ x equal to 0 ആവുമ്പോൾ this is 0 ആവുമ്പോൾ y equal to 2. then x equal to y equal to 0 ആണ്, x equal to -2. then this is the point. then next point is 2 4, this one. ഈ മൂന്ന് പോയിന്റ്സിൽ കൂടെ പാസ് ചെയ്തു പോകുന്ന ലൈൻ. okay, then our region of integration is this one. it is enclosed by the parabola y equal to x square and the line y equal to x plus 2. then we want to calculate the area enclosed by these two. then area formula എന്ത് വരും, area equal to double integral over r dA. dA can be written as dA equal to either dx dy or dy dx. ഏത് ഓർഡർ വേണമെങ്കിലും എടുക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ രണ്ട് മെത്തേഡിലും പ്രോബ്ലം ചെയ്യേണ്ട, ഏതെങ്കിലും ഒരു മെത്തേഡിൽ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്താൽ മതി. ഞാൻ ഈ ഒരു പ്രോബ്ലം രണ്ട് മെത്തേഡിൽ, അതായത് ഫസ്റ്റ് ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു x then with respect to y, അതുപോലെ ഫസ്റ്റ് ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു y then with respect to x ചെയ്യുന്നുണ്ട്. അതായത് ഡിഫറൻസ്, പ്രോബ്ലത്തിന് ഒരു ഡിഫറൻസ് മനസ്സിലാക്കി തരാൻ വേണ്ടി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഏത് രീതിക്ക് വേണമെങ്കിലും നിങ്ങൾ പോയിന്റ്സ് പ്രോബ്ലം ചെയ്യാനാണ്. then നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. then പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ത് വരും, ഈ കർവുകൾ തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഒന്ന് കണ്ടുപിടിക്കാം. here the point of intersection are obtained by solving y equal to x square and y equal to x plus 2, right? then that is x square equal to x plus 2, x square minus x minus 2 equal to 0. that is on factorizing we get this is equal to x minus 2 into x plus 1, right? equal to 0. that is x equal to -1 and x equal to 2. x equal to -1 ആകുമ്പോൾ y യുടെ വാല്യൂ എന്ത് വരും നോക്കിയേ, x equal to -1 ആകുമ്പോൾ y equal to 1. x equal to 2 ആകുമ്പോൾ y യുടെ വാല്യൂ എന്താ വരുന്നത്,
equal to 4. Therefore, this point is minus 1, 1. This point is minus 1, 1. Then this point is 2, 4. This point is 2, 4. അപ്പോൾ നമ്മുടെ point of intersection കിട്ടി. ഇനി നമ്മൾ first integration with respect to x, then with respect to y എന്നുള്ള കേസ് ചെയ്യാൻ പോവാണ്. First integration with respect to x ആണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം? x ആക്സിസിന് പാരലൽ ആയിട്ട് ഫസ്റ്റ് ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യാം. നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പിൽ ചെയ്യാം. ആദ്യമേ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പിൽ പോയിട്ട് അടുത്ത കേസ് നമുക്ക് ഫസ്റ്റ് ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു x വെച്ച് ചെയ്യാം. ഏത് രീതിക്ക് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. എളുപ്പമുള്ള ആദ്യമേ പറയുന്നേ ഉള്ളൂ. ഫസ്റ്റ് ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു y ആണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. dy dx. ഇപ്പോൾ y ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു സ്ട്രിപ്പ് വരയ്ക്കണം അല്ലേ? y ആക്സിസിന് പാരലൽ ആയിട്ട് ഞാൻ ഒരു സ്ട്രിപ്പ് വരച്ചു. Then y ആക്സിസിന് പാരലൽ ആയിട്ട് വെച്ച സ്ട്രിപ്പ് ഈ റീജിയനിൽ എവിടെ വെച്ച് കഴിഞ്ഞാലും അതിന്റെ ലോവർ ബൗണ്ടറി വരുന്നത് നോക്കിയേ. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം y equal to x square to y equal to x plus 2. അതായത് ഏതൊരു സ്ട്രിപ്പ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ഇറ്റ് extends from y equal to x square to y equal to x plus 2. അതായത് the limits of y are അല്ലേ ഈ റീജിയനിൽ എവിടെ ഈ സ്ട്രിപ്പ് വെച്ച് കഴിഞ്ഞാലും അതിന്റെ ലോവർ പോർഷനിൽ വരുന്ന y equal to x square അപ്പർ പോർഷനിൽ y equal to x square ആണ്. Therefore the limits of upper portion വരുന്ന y equal to x plus 2. The limits of y are y equal to x square to y equal to x plus 2. ഇനി അടുത്ത നമുക്ക് വേണ്ടത് the limits of x വേണം അല്ലേ? The limits of x are from എവിടുന്ന് എവിടെ വരെ നോക്കി. ഈ entire region കവർ ചെയ്യാനായിട്ട് x ന്റെ ഏത് മിനിമം വാല്യൂ തൊട്ട് ഏത് മാക്സിമം വാല്യൂ വരെ മൂവ് ചെയ്യണം നോക്കുക. ഏത് മിനിമം വാല്യൂ തൊട്ട് ഏത് മാക്സിമം വാല്യൂ വരെ മൂവ് ചെയ്യണം? മിനിമം വാല്യൂ വരുന്ന എവിടെയാണ് അല്ലേ? that is -1. മാക്സിമം വാല്യൂ വരുന്ന എവിടെ? that is 2. that is it is varied from x equal to -1 to x equal to 2, right? Therefore limits ഇതിൽ indirect നമുക്ക് അപ്ലൈ ചെയ്യാലോ. ഏരിയ a equal to double integral over r നമ്മൾ ചെയ്യുന്ന ഓർഡർ എഴുതിയേക്കാം. dy dx that's equal to this is equal to integral -1 to 2 integral x square to x plus 2 dy dx. dy dx that's equal to first integration with respect to y ആണ് ചെയ്യുന്നത്. Therefore outer integral അതോടെ നിൽക്കുക. integral -1 to 2 then y between the limits x square to x plus 2 into dx that's equal to integral -1 to 2 upper limit lower limit substitute ചെയ്യുന്ന വരും x plus 2 minus x square into dx that's equal to എന്ത് ചെയ്യാം integrate ചെയ്യാം. x ന്റെ ഇന്റഗ്രൽ വരുന്ന x square by 2 plus 2x minus x cube by 3 between the limits -1 to 2. Then substituting the upper limits and lower limit. Then ഇവിടെ ഒരു 1/2 common ആയിട്ട് എടുക്കാം. 1/2 into upper limit substitute ചെയ്യുമ്പോൾ 2 square 4 minus -1 the square that is -1 plus 2 into upper limit വരുന്നത് 2 minus -1 അല്ലേ minus 1/3 into ഇവിടെ വരാൻ പോകുന്നത് 2 cube that is 8 minus -1 in the cube again -1 വരും അല്ലേ that's equal to 1/2 into 4 minus 1 that is 3 plus 2 into 2 minus -1 and plus ആവും അല്ലേ 2 plus 1 3 plus 6 right then 8 minus -1 plus ആവും that is 9/3 okay minus 3 that's equal to 3/2 plus 3 taking LCM this is equal to 3 plus 6 divided by 2 that's equal to 9/2 units. That is the area of the region capital R enclosed by the parabola y equal to x square and the line y equal to x plus 2. Then ഇതേ പ്രോബ്ലം തന്നെ നമുക്ക് ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ റിവേഴ്സ് ചെയ്തിട്ട് ഒന്ന് ചെയ്യാം. ഓക്കെ അതായത് നമ്മളിവിടെ ഫസ്റ്റ് ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു y then വിത്ത് റെസ്പെക്ട് ടു x ആണ് കൺസിഡർ ചെയ്ത് നെക്സ്റ്റ് നമ്മളൊന്ന് ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ റിവേഴ്സ് ചെയ്യണം. അതായത് ഫസ്റ്റ് ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു
എക്സ് ആക്കാം. ഓക്കെ, അപ്പൊ പ്രോബ്ലം എങ്ങനെ വരുന്നത് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു രീതിക്ക് നിങ്ങൾ എക്സാമിന് വരുമ്പോൾ ഏതെങ്കിലും ഒരു രീതിക്ക് ചെയ്താൽ മതി, രണ്ട് മെത്തേഡും ചെയ്യേണ്ടതില്ല. പ്രോബ്ലം മനസ്സിലാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ഏതെങ്കിലും ഈസി ആയിട്ടുള്ള മെത്തേഡ് ഏതാണോ ഈസി അത് ക്ലിയർ ആക്കി വെക്കുക. Then here we consider dA equal to dx dy. Then അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു x ആണെങ്കിൽ എന്ത് ചെയ്യണം? x ആക്സിസിന് പാരലൽ ആയിട്ട് സ്ട്രിപ്പ് കൺസിഡർ ചെയ്യണം അല്ലേ? റെക്റ്റാങ്കിൾ ചെയ്യാം. x ആക്സിസിന് പാരലൽ ആയിട്ട് സ്ട്രിപ്പ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കേ, ഈ എൻ്റയർ റീജിയൻ കവർ ചെയ്യുമ്പോഴും ഇതിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരേ കർവ് ആണോ വരുന്നത് നോക്കി. അതായത് ഈ കർവ് അല്ലെങ്കിൽ ഈ സ്ട്രിപ്പ് നമ്മൾ ഈ റീജിയനിൽ ഇവിടെയാണ് വെക്കുന്നതെങ്കിൽ ഇതിന്റെ ലെഫ്റ്റ് സൈഡ് വരുന്നത് എന്താ? y equal to x square എന്ന് പറയുന്ന പരാബോളയാ. റൈറ്റ് സൈഡ് വരുന്നത് എന്താ? y equal to x square എന്ന് പറയുന്ന പരാബോള. സെയിം പരാബോള തന്നെയാണ് ഈ സ്ട്രിപ്പിന്റെ ലെഫ്റ്റിലും റൈറ്റിലും വരുന്നത് ഇവിടെ ഈ ഒരു പൊസിഷനിൽ വെക്കുമ്പോൾ. അതേസമയം ഈ സ്ട്രിപ്പ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുക. ഈ സ്ട്രിപ്പ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യാം. ഈ സ്ട്രിപ്പ് ഇവിടെയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ലെഫ്റ്റിലും റൈറ്റിലും വരുന്നത് എന്താന്ന് നോക്കി. ലെഫ്റ്റിൽ വരുന്നത് x+2 എന്ന് പറയുന്ന y equal to x+2 എന്ന് പറയുന്ന ലൈനും റൈറ്റ് വരുന്നത് y equal to x square ആണ്. ഇപ്പൊ എങ്ങനെ പ്രോബ്ലം ചെയ്യാം? നമുക്ക് ഈ റീജിയൻ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ? രണ്ട് റീജിയൻ ആയിട്ട് ഞാൻ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യാണ്. Then this one is R1 and this one is R2. R1 R2 എന്ന് ഞാൻ ചൂസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡബിൾ ഇന്റഗ്രൽ ഓവർ R dA equal to കാൽക്കുലേറ്റ് ചെയ്യാണ്ട് എന്ത് ചെയ്യാം? റീജിയനെ സ്പ്ലിറ്റ് ചെയ്തു. ഡബിൾ ഇന്റഗ്രൽ ഓവർ R1 dA പ്ലസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ R2 dA. അതായത് നമുക്ക് തന്നിരുന്ന റീജിയനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. സ്പ്ലിറ്റ് ചെയ്യേണ്ടി വന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് രണ്ട് റീജിയൻ ഈ റീജിയനിൽ വെക്കുമ്പോൾ നമ്മുടെ സ്ട്രിപ്പിന്റെ ലെഫ്റ്റിലും റൈറ്റിലും വരുന്ന y equal to x square എന്ന് പറയുന്ന പരാബോളയും അതേസമയം ഈ സ്ട്രിപ്പ് ഈ റീജിയനാണ് ഇവിടെ ഈ ഒരു പോർഷനായിട്ടാണ് വെക്കുന്നതെങ്കിൽ അതിന്റെ ലെഫ്റ്റിൽ വരുന്ന ലൈനും റൈറ്റ് സൈഡ് വരുന്ന പരാബോളയാണ്. അങ്ങനെയുള്ള ഒരു ഡിഫറൻസ് വരുന്നതുകൊണ്ടാണ് ഈ പോയിന്റ് വെച്ചിട്ടില്ല പ്രശ്നം വരുന്നത്. ആ പോയിന്റ് സ്ട്രേറ്റ് നമ്മൾ വരച്ചു. റീജിയനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. R1ഉം R2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി R1ലും R2ലും x-ന്റെ y-യുടെ ലിമിറ്റ്സ് കാണണം. ഫസ്റ്റ് ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു x ആയതുകൊണ്ട് ഫസ്റ്റ് x-ന്റെ ലിമിറ്റ്സ് കാണണം. Then ഇവിടെ രണ്ട് സൈഡിലും y equal to x square ആ. y equal to x square ആണെങ്കിൽ x equal to എന്ത് എഴുതാം? x equal to plus or minus root y. പ്ലസ് y ആവും എവിടെ വരുമ്പോൾ? x equal to root y ആവും എവിടെ? പോസിറ്റീവ് ക്വാഡ്രന്റിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുമ്പോൾ x equal to root y ഉം നെഗറ്റീവ് ക്വാഡ്രന്റിൽ വരുമ്പോൾ x equal to minus root y ആണ്. Therefore the limits of x are from നമ്മുടെ R1ന്റെ കേസ് മാത്രമാണ് പറയുന്നത്. The limits of x are from x equal to minus root y to x equal to plus root y, right? അതായത് ഈ സ്ട്രിപ്പ് ഈ റീജിയനിൽ എവിടെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ലെഫ്റ്റിലും റൈറ്റിലും വരുന്ന സെയിം പരാബോള ആയതുകൊണ്ടാണ് കേട്ടോ. y equal to x square എന്ന് പറയുന്ന പരാബോളയാണ്. അപ്പോൾ y equal to x square ആണെങ്കിൽ x equal to plus or minus root y. നെഗറ്റീവിലേക്ക് വരുമ്പോൾ x equal to minus of root y. Then പോസിറ്റീവ് ക്വാഡ്രന്റിൽ വരുമ്പോൾ x equal to minus of plus root y. ഇനി എന്ത് വേണം? y യുടെ ലിമിറ്റ്സ് വേണം. അതായത് ഈ എൻറ്റയർ റീജിയൻ കവർ ചെയ്യാൻ ഈ സ്ട്രിപ്പ് y യുടെ ഏത് മിനിമം വാല്യൂ തൊട്ട് ഏത് മാക്സിമം വാല്യൂ വരെ മൂവ് ചെയ്യണം നോക്കുക. എവിടുന്ന് എവിടെ വരെ മൂവ് ചെയ്യണം? ഇവിടുന്ന് മൂവ് ചെയ്ത് ഈ ലൈൻ വരെ മൂവ് ചെയ്യണം അല്ലേ? This line is y equal to 1, right? അതായത് the limits of y are from y equal to 0 to y equal to 1. This is the case of R1. Now we consider the region R2. R2 എന്ന് പറയുന്ന റീജിയൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ, x ആക്സിസിന് പാരലൽ ആയിട്ടുള്ള സ്ട്രിപ്പ് ഏത് റീജിയനിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ലെഫ്റ്റ് സൈഡ് വരുന്നത് എന്താ? y equal to x+2, റൈറ്റ് സൈഡ് വരുന്നത് y equal to x square ആണ് അല്ലേ? അപ്പം the limits of x are from എന്തുവരും? y equal to x+2 മുതൽ y equal to x square വരെയാണ് അല്ലേ? ഇങ്ങനെയാണെങ്കിൽ x equal to എന്ത് എഴുതാം? y minus 2. From here we can write x equal to right side ലെ വരിക plus
root y അല്ലേ x equal to y minus 2 then x equal to root y അതേപോലെ തന്നെ എന്തുകൂടെ വേണം y യുടെ ലിമിറ്റ്സ് കൂടെ വേണം അല്ലേ അതായത് ഈ എൻറ്റയർ റീജിയൻ കവർ ചെയ്യാനായിട്ട് y യുടെ ഏത് മിനിമം വാല്യൂ മുതൽ മാക്സിമം വാല്യൂ വരെ മൂവ് ചെയ്യുന്നുണ്ട് നോക്കുക അതായത് ഈ 1 എന്ന് പറഞ്ഞ ലൈൻ മുതലല്ലേ മൂവ് ചെയ്ത് തുടങ്ങുന്നത് ഇവിടുന്ന് മൂവ് ചെയ്ത് ഇവിടെ വരെ മൂവ് ചെയ്യണം ഇവിടെ മൂവ് ചെയ്യുമ്പോൾ y യുടെ വാല്യൂ എത്രയാണ് 4 the limits of y are from എവിടുന്ന് എവിടെ വരിക y equal to 1 to y equal to 4 ഓക്കെ അപ്പോൾ നമുക്ക് ലിമിറ്റ്സ് രണ്ടും കിട്ടി അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഏരിയ ഈക്വൽ ടു ഇപ്പൊ നമുക്ക് എന്ത് എഴുതാം ഏരിയ ഈക്വൽ ടു this is equal to r1 consider ചെയ്താൽ this is equal to integral 0 to 1 then integral minus root y to root y dx dy plus അടുത്ത ഇന്റഗ്രൽ എന്ത് വരും ഇന്റഗ്രൽ 1 to 4 ഇന്റഗ്രൽ y minus 2 to root y dx dy ഓക്കെ then ഇനി ചെയ്യാം നമ്മുടെ യൂഷ്വൽ വേയിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം ഇത് ക്ലിയർ ആണല്ലോ then integrate ചെയ്യുമ്പോൾ എന്ത് വരും is equal to integral 0 to 1 then here x between the limits minus root y to root y dy അല്ലേ integration with respect to x ചെയ്യുമ്പോൾ x between the limits വരും then plus integral 1 to 4 then here also we have x between the limits y minus 2 to root y into dy that's equal to upper limit lower limit കൊടുക്കുമ്പോൾ എന്ത് വരും integral 0 to 1 root y minus root y into dy plus integral 1 to 4 here root y minus 2 dy that's equal to integral 0 to 1 y minus root y minus root y that is 2 times root y dy plus integral 1 to 4 root y minus y plus 2 dy okay that's equal to again integrating we get this is equal to 2 into root y ന്റെ ഇന്റഗ്രൽ വരുന്നത് y raised to 3/2 divided by 3/2 between the limits 0 to 1 plus root y ന്റെ ഇന്റഗ്രൽ y raised to 3/2 divided by 3/2 minus y ന്റെ ഇന്റഗ്രൽ വരുന്നത് y square by 2 plus 2 ന്റെ ഇന്റഗ്രൽ വരുന്നത് 2y between the limits 1 to 4 that's equal to limit substitute ചെയ്യുമ്പോൾ എന്ത് വരും this is equal to 3/2 നെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവന്നതോ this is equal to 4/3 into upper limit കൊടുക്കുമ്പോൾ 1 raised to 3/2 that is 1 minus 0 അല്ലേ lower limit 0 അല്ലേ plus അടുത്ത ടൈം എന്ത് വരും ഇവിടെ നമുക്ക് 3/2 നെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവന്നു that is 2/3 into ഇവിടെ നമ്മുടെ upper limit lower limit 1 ഉം 4 ആണ് അപ്പോൾ എന്ത് വരും upper limit കൊടുക്കുമ്പോൾ 4 raised to 3/2 4 ന്റെ സ്ക്വയർ റൂട്ട് ന്റെ ക്യൂബ് that is 8 minus lower limit വരുന്നത് 1 minus 1/2 into y square by 2 1/2 നെ ഔട്ട്സൈഡ് ലേക്ക് എടുത്തു ഇനി y square ആണ് that is 16 minus 1 plus 2 into y minus y between the limits 1 to 4 എന്ത് വരും 4 minus 1 that's equal to 4/3 plus then 8 minus 1 7 into 2 14/3 minus 16 minus 1 15 അല്ലേ minus 15/2 minus 15/2 then plus 4 minus 1 3 into 2 6 that's equal to എന്ത് ചെയ്യാം simplify എന്ത് വരും that's equal to 4 plus 14 18/3 minus 15/2 then 6 നെ ഞാൻ 18/3 എന്ന് എഴുതാണ് that's equal to 36/3 minus
15 by 2 LCM എടുത്തങ്ങ് ചെയ്താൽ മതി. That's equal to 72 minus 45 divided by 6. That's equal to 27. 27 അല്ലേ? 27 divided by 6. Then on cancelling this is equal to 9 by 2. The same answer. നമ്മൾ നേരത്തെ കിട്ടിയ സെയിം ആൻസർ തന്നെയല്ലേ? പക്ഷേ സ്റ്റെപ്സ് എന്ത് ക്രിട്ടിക്കൽ ആണെന്ന് നോക്കിയേ. നേരത്തെ പ്രോബ്ലം കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യായിരുന്നു. ഇത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഏതാണോ എളുപ്പം അതനുസരിച്ച് ചെയ്തോളൂ കേട്ടോ. Then this is the method for finding area of a closed bounded region in the plane. ഈ ഒരു പോർഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. Anyway, thank you.